ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ എണീച്ചിട്ട് നമുക്ക് കിളിക്കൊഞ്ചലൊക്കെ കേട്ടാലോ? രാവിലെ തന്നെ കിളിക്കൊഞ്ചലും നമ്മുടെ കോഴിയമ്മൻ്റെ കരച്ചിലും കാക്കച്ചിയമ്മൻ്റെ ബഹളവും എല്ലാം കൂടി അങ്ങോട്ട് രാവിലെ തന്നെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ കേട്ട് നിന്നാ കേട്ടോ. പിന്നെ ഇപ്പോൾ കുട്ടികൾ പോകുമ്പോൾ തന്നെ ഞാൻ എന്തോ മിഷീൻ്റെ തുണികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മിഷീൻ്റെ തുണിയൊക്കെ അങ്ങോട്ട് അയക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഈ സീനറി ഉണ്ടല്ലോ, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീനറി അതാ. രാവിലെ പ്രത്യേക ഒരു ഭംഗിയാട്ടോ ഈ ഭാഗത്ത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ നോക്കി നിൽക്കും കേട്ടോ, സമയം കിട്ടുന്ന സമയത്തൊക്കെ. എനിക്കത് ഭയങ്കര ഇഷ്ടം കേട്ടോ. രാവിലെ തന്നെ അതൊന്ന് നോക്കി നിന്ന് നമുക്ക് ഭയങ്കര രസമാണ്. എന്താ പറയുക, നല്ലൊരു ഉഷാറുമൊക്കെ തോന്നും കേട്ടോ എനിക്ക് കേട്ടോ. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ അടിച്ച് തുടയ്ക്കാൻ വെച്ചിട്ടോ. ഇതിപ്പോൾ അടിച്ച് വാരി ഇപ്പോൾ നമ്മുടെ അല്ലൂസും അങ്കൂസും ഉണ്ട് വെച്ചാൽ അടിച്ച് വാരി അവൻ്റെ മുമ്പിൽ തുടയ്ക്കാൻ നിന്നുണ്ടല്ലോ. അപ്പോൾ തലേന്ന് എന്തെങ്കിലുമൊക്കെ അവർ കീറിയിട്ട പേപ്പർ അത് ഇത് മറ്റേത് മറിച്ച് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും ഈ അടിച്ചു കൂട്ടണതിൽ കേട്ടോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, എല്ലാം അടിച്ചു കൂട്ടിയിട്ട് കളയുമല്ലോ. അവരുണ്ട് വെച്ചാൽ അതാക്കിയും പെറുക്കി വെക്കും കേട്ടോ. അപ്പോൾ ഈ അടിക്കലും തുടക്കലും അവരുണ്ടാകുമ്പോൾ എനിക്ക് നേരെ ഒന്നും കഴിയേയില്ല കേട്ടോ ശരിക്ക് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ഈ അടിച്ചു വാരൽ അങ്ങനെ ഇങ്ങനെ ഒപ്പിച്ചാക്കാവണം. പിന്നെ തുടയ്ക്കാൻ നിന്നാൽ അവരുണ്ടാകുമ്പോൾ തുടയ്ക്കാനേ പറ്റില്ല. 1000 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അവർ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ മദ്രസക്ക് പോകുമ്പോഴോ ആണ് തുടയ്ക്കാൻ നിൽക്കട്ടെ. അപ്പോഴേ നമ്മുടെ പണി ചടപടയെന്ന് കഴിയുള്ളൂ. എല്ലാ പറഞ്ഞാൽ അവരുണ്ട് പറഞ്ഞാൽ നമ്മുടെ പണി അവിടെ അങ്ങനെ കിടക്കും. എനിക്കാണെങ്കിലോ തുടച്ചാൽ തന്നെ നടന്നാൽ പിന്നെ ഇതിലും വലിയ ദേഷ്യമല്ല കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴത്തേനും ഒക്കെ ക്ലീനായി ഇതായി കിടക്കണം കേട്ടോ. നമ്മുടെ അല്ലും അങ്കും ഒക്കെ വന്നുട്ടെ. ഈ പണങ്കലും കാട്ടെല്ലാം എന്തിനാന്ന് പറഞ്ഞു, ഫോണ് വേണത്രേ അതിനപ്പോൾ ഈ കാട്ടിക്കൂട്ടലൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ ഈ നഖം വെട്ടല് അതാണ് ഏറ്റവും വലിയ പണി കേട്ടോ. നമ്മുടെ അല്ലു ഭയങ്കര മടിയാനാട്ടോ ഈ നഖം വെട്ടണ കാര്യത്തിൽ. മൂപ്പർക്ക് ഭയങ്കര പേടിയാട്ടോ. എന്താ പറഞ്ഞാൽ അവന് ഈ നഖക്കട്ടറും കൊണ്ട് പോകുമ്പോൾ തന്നെ ആൾക്ക് അമ്മ വേണ്ടെന്നാവും കേട്ടോ. അപ്പോൾ പിടിച്ച പിടിയാലേ നഖമൊക്കെ വളർന്നിക്കണ്. അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ ഇന്നലെ വെട്ടിക്കണ് കേട്ടോ. എന്നാൽ നഖം വളർന്നെന്ന് പറയണ്ട, എത്ര വലുതായി വെട്ടുമൊന്നുമില്ല കേട്ടോ. ഒറ്റക്ക് ആൾക്ക് പേടിയാണ്. അപ്പം നഖം വളർന്നാൽ പറയണ്ടേ അമ്മ എനിക്ക് നഖം വളർന്നിക്കണമെന്ന്. അത് പറയില്ല. നമ്മൾ പെട്ടെന്ന് മറ്റും കണ്ട പിടിച്ച പിടിയാലെ നഖം വെട്ടാതിരിക്കുക കേട്ടോ. അപ്പോൾ ആളുടെ മുഖം അവിടെ ഇങ്ങനെയൊക്കെ ആകുന്നുണ്ട് കേട്ടോ. മുഖം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് അത് ഇപ്പോൾ ക്യാമറ ഓണാക്കിയതുകൊണ്ട് ആളുടെ മുഖം ഇങ്ങനെ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ കളിയാക്കുക കേട്ടോ, എത്ര വലുതായില്ലേടോ നീ ഇനിയും മാറിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുക കേട്ടോ. ഈ പിന്നെ പറഞ്ഞാൽ മിക്കവാറും ഞാൻ അവനെ എങ്ങനെയെങ്കിലൊക്കെ സോപ്പിട്ടാനൊക്കെ നോക്കും, എന്നാലും നടക്കില്ല. അപ്പോൾ ഇവിടെ പിന്നെ ആ ഒരു കാര്യത്തിൽ നല്ലൊരു കുട്ടിയാട്ടോ നമ്മുടെ അങ്കു. എന്താണ് പറഞ്ഞാൽ അവനൊന്ന് തങ്കോ പൊന്നേ എന്നൊക്കെ വിളിച്ചാൽ അതിലങ്ങോട്ട് വീഴുവാണ്. എന്താണ് അങ്ങോട്ട് വീണ് നമുക്ക് നഖം വെട്ടാനൊക്കെ കാണിച്ചു. നല്ല ചെറുപ്പത്തിലേ ഇവന് കുഴപ്പമില്ല കേട്ടോ. എന്താണ് പറഞ്ഞാൽ നഖം വെട്ടാനൊക്കെ ഇരുന്ന് കാണിച്ചു തരും. നമ്മുടെ അല്ലൂസ് അങ്ങനെയല്ല കേട്ടോ, നല്ല കുറുമ്പൻ കുട്ടിയായിരുന്നു കേട്ടോ ചെറുപ്പത്തിൽ. അവന് 5 മിനിറ്റ് ഇപ്പോൾ വേറൊരാളെടുത്താൽ പോലും നമുക്ക് വേഗം തരും കേട്ടോ. ഇവനങ്ങനെയല്ല, 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് കഴിഞ്ഞാലും ആ കൊടുത്ത കയ്യിലും ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പം ഇപ്പോൾ കുറുമ്പൊക്കെ വെച്ചിരിക്കണ്. ഇപ്പം നല്ല കുറുമ്പനാണ് കേട്ടോ നമ്മുടെ അങ്കുകുട്ടൻ. നല്ല കുറുമ്പുണ്ട് പറഞ്ഞാൽ നല്ല കുറുമ്പുണ്ട് കേട്ടോ. ഇപ്പോൾ അല്ലൂസ് ഒതുങ്ങി. ഇപ്പോൾ ഇവനിക്ക് നല്ല കുറുമ്പുണ്ട്. അപ്പോൾ ഈ നഖം വെട്ടായിരിക്കുമ്പോൾ നമ്മുടെ എന്താണ്, അതായത് 2 പേരും 2 സ്വഭാവം കേട്ടോ. അവനാണെങ്കിൽ ഭയങ്കര പേടി, ഇവർക്ക് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട്, ധൈര്യശാലിയൊക്കെ തന്നെ. അപ്പോൾ എന്താണ് ഇവനെ ഒന്ന് പൊന്തിച്ചാൽ മതി. അതായത് നീ ചെറുപ്പത്തിൽ അങ്ങനെയാണ്, നല്ല കുട്ടിയായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വെട്ടാനൊക്കെ കാണിച്ചു തരും പറഞ്ഞിട്ടൊക്കെ. ഇതിപ്പോൾ നഖം വെട്ടിയത് ഓടട്ടാ കമ്പ്യൂട്ടർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല, നോക്കട്ടെ എല്ലായിടത്തെയും വെട്ടിയോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുത്തി. പിന്നെ നമ്മൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് നമ്മളും ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സ് എടുക്കണ അവിടെ എത്തിയ കഥയൊന്നും പറയണ്ട. അല്ലൂസിനാണെങ്കിൽ ഡ്രസ്സ് വേണ്ട പറഞ്ഞിട്ട് ഞാൻ വരുന്നില്ല പറഞ്ഞിട്ട് അവൻ്റെ ഒരു സങ്കടം വരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ വലിച്ചു കൂട്ടി വന്നു കേട്ടോ. പിന്നെ അങ്ങനെ പോകുമ്പോഴാണ് ജ്യൂസ് വേണത്ര.
അപ്പോൾ ഈ തണുപ്പത്ത് ജ്യൂസൊന്നും കുടിക്കാൻ പാടില്ല പറഞ്ഞാൽ അതിന് തെറ്റിയിരുന്നു. പിന്നെ കുറച്ച് നേരമൊന്നും ശരിയല്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അവൻ്റെ ഓർഡർ ചെയ്ത ജ്യൂസൊക്കെ നിന്നു. നമ്മുടെ അല്ലൂസിനും ഓറിയും അവർക്ക് ചോക്ലേറ്റും ജ്യൂസും കേട്ടോ വന്നത്. പിന്നെ നാനൂക്ക് ഓരോ എന്താണ് നമ്മുടെ ചിക്കു ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നു കേട്ടോ. പിന്നെ ഒക്കെ അവിടെ ബില്ലാക്കാൻ നിന്നു. പിന്നെ നമ്മുടെ അല്ലൂസും അങ്കൂസും ഞങ്ങളൊക്കെ പാടങ്ങനെ വരും. പിന്നെ രാത്രിക്ക് പൊറാട്ട മേടിക്കാൻ വെച്ചിട്ട് പോയതാട്ടോ. അതുകൊണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമൊക്കെ ആയി. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറൊക്കെ ആയിക്കണു കേട്ടോ. ഇങ്ങനെ കുറേ നേരമൊക്കെ നിന്ന് ചൂടെടുത്തപ്പോൾ വെളിയിൽ ഇറങ്ങിയതാട്ടോ ഞാൻ. രണ്ടും ബാക്കിൽ ഇരുന്നിട്ട് ഗെയിം നോണ്ടണ കണ്ടോ. പിന്നെ കുറേ നേരം 3/4 മണിക്കൂറൊക്കെ ആയിട്ടോ. അമ്മേ ഇവിടെ ഭയങ്കര കൊതുകടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആകാശത്തേക്കൊക്കെ ഇങ്ങനെ നോക്കി മേഘങ്ങളൊക്കെ എത്ര ഉണ്ടെന്നൊക്കെ നോക്കി ഇങ്ങനെ നിന്ന്. ഇവിടെയാണെങ്കിൽ സഹിക്കാൻ വയ്യാത്ത കൊതുകടിയും. പിന്നെ കുറേ നേരം കഴിഞ്ഞ് നമ്മുടെ ഒക്കെ വന്നു. ഇനി ഈ പൊതിയും കൊണ്ട് വീട്ടിലേക്ക് അങ്ങോട്ട് പോട്ടെ. ഇനി കാണും വരയ്ക്കും.